മടിത്തട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയുടെ തട്ടമെടുത്തുകൊണ്ട് മുഖം അങ്ങനെ മറക്കുന്നുണ്ട്. ആ സമയത്ത് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, നിങ്ങൾക്കെന്റെ മുഖം കാണുന്നത് വെറുപ്പാണോ റസൂലേ? നിങ്ങൾക്കെന്റെ മുഖം കാണുന്നത് ഇഷ്ടമല്ലേ റസൂലേ? ആ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി പറയുന്നത്, ആയിഷ, നിന്നോടുള്ള വിഷമം കൊണ്ട്, നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ആയിഷ, ഈ മരണത്തിന്റെ സക്കറാത്തിന്റെ വേദനയിൽ ഞാൻ കിടന്ന് പൊളയുന്നത് നീ കണ്ട് വിഷമിക്കണ്ട ആയിഷ. ഇന്നലിൽ മൗതില സക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. പിന്നെയാണ് ആയിഷ ബീവി പറയുന്നത്, അവസാനം ഞാനൊന്ന് വിചാരിച്ചു പോയി, എന്റെ ഹബീബിന്റെ ചുണ്ടുകളിൽ നിന്ന് എന്നെ കുറിച്ച് ഒരു വാക്ക് പറയുമെന്ന്, ഒരു ഓഫർ പറയുമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തുനബി തങ്ങളെ ചുണ്ടങ്ങനെ വഫാത്തിന്റെ സമയത്ത് അനങ്ങുന്നുണ്ട്. ആ സമയത്ത് എന്റെ കാതുകളെ ഹബീബായ തങ്ങളുടെ ചുണ്ടുകളോട് ഞാനങ്ങ് ചേർത്ത് വെച്ചപ്പോ മുത്തുനബി തങ്ങൾ പറയുന്നത്, അത് ആയിഷയെ കുറിച്ചല്ല, അത് ഫാത്തിമയെ കുറിച്ചല്ല, അത് ഹസൻ ഹുസൈനെ കുറിച്ചല്ല, അത് അലി ഇബ്നു അബീ താലിബിനെ കുറിച്ചല്ല, മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, യാ ഉമ്മത്തി ഉമ്മത്തി എന്ന വിചാരത്തിനാ യൗമുൽ വഫാതതിലെ വിങ്ങി കരഞ്ഞവരാ. ഹബീബായ തങ്ങൾ വഫാത്തിന്റെ സമയത്തും പറയുന്നത്, എന്റെ ഉമ്മത്തേ, എനിക്ക് ശേഷം നിന്റെ ഉമ്മത്ത് ഇവിടെ വരാനുണ്ട്, നമ്മളാകുന്ന ഉമ്മത്ത് ഇവിടെ വരാനുണ്ട്, അവരുടെ കാര്യം ആലോചിച്ച് ഞാൻ ബേജാറില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ അവസാനത്തെ സമയത്ത് പോലും പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബിനെയല്ലേ നമ്മൾ നിരാകരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ഹബീബിന്റെ പേരിലല്ലേ ഒരു ചുരുങ്ങിയ സ്വലാത്തെങ്കിലും ചൊല്ലാൻ ആ റസൂലുള്ളാഹിന്റെ പേരിൽ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മൾ ദുനിയാവിനെ വാരിക്കൂട്ടുന്ന തിരക്കില, നമ്മൾ മക്കളെ നോക്കുന്ന തിരക്കില, നമ്മൾ ജീവിതത്തിന്റെ ശുഗലുകളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ തിരക്കിലൂടെ ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹബീബായ തങ്ങളെ ഓർത്തിട്ടില്ലെങ്കിൽ, ഈ സമയത്ത് റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് വെച്ചിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും എന്നൊരു ധാരണ നമുക്കുണ്ടാകണം. അല്ലാഹു തആല മുത്തുനബി തങ്ങളെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.